വണക്കം വന്ദന നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസറല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 15-ാം തീയതി 9-ാം മാസം സെപ്റ്റംബർ 2025 രാവിലെ 7:30 ആകാറായിട്ടുണ്ട്. ആദ്യം ക്ഷമ ചോദിക്കുകയാണ്. അതായത് റെഗുലറായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ കുറച്ച് ആൾക്കാർക്കും വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ വീഡിയോ റെഗുലറായിട്ട് ഇടുന്നത്. ഇടാത്ത ദിവസം ഇതിൻ്റെ സ്ക്രീൻഷോട്ടും പോയിൻ്റ് ഓഫ് കൺട്രോളും, അതായത് POC എന്ന് പറയുന്ന ആ ഒരു നമ്പറും നമ്മൾ എൻ്റെ ടെലഗ്രാം ചാനലിൽ ട്രേഡർ ഓപ്ഷൻ ട്രേഡറിൽ നമ്മളിവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പ്രതീക്ഷിക്കാം. ഒഫീഷ്യലായിട്ടുള്ള കുറേ വർക്കും ഉണ്ട്. ഞാൻ ഒരു മാസമായിട്ട് ട്രേഡിംഗ് ഇല്ല, അത് ഓപ്പണായിട്ട് പറയുകയാണ്. ഒരു മാസമായിട്ട് ട്രേഡിംഗ് ഇല്ല. അതിനകത്ത് 2 റീസണാണ്. ഒന്ന്, ഓപ്ഷൻ ബയറിനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ചാർട്ടിൻ്റെ അനാലിസിസ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കും ഓപ്ഷൻ ബയറിനുള്ള പ്രോബബിലിറ്റി ഓഫ് ചാൻസസ് വളരെ കുറവായിരുന്നു. അതും ഒരു റീസണാണ്. അപ്പോൾ അങ്ങനെ കുറവുള്ള ദിവസം നമുക്ക് കുറച്ച് ടൈമിംഗ് നോക്കേണ്ടതായിട്ടുണ്ട്. ആ ടൈമിലൊക്കെ നിന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ എൻട്രിയും എക്സിറ്റും. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ കുറച്ച് ബിസി ആകും എന്ന് ഓൾറെഡി ഷെഡ്യൂൾ ഉള്ളതുകൊണ്ട് അങ്ങനെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ പഠിക്കുക. ട്രേഡിംഗ് ഓപ്ഷനിൽ ഓപ്ഷൻ സെല്ലറാണെങ്കിലും ബയറാണെന്നുണ്ടെങ്കിലും, എസ്പെഷ്യലി ഓപ്ഷൻ ആൻഡ് ഫ്യൂച്ചറിൽ എല്ലാ ദിവസവും ട്രേഡ് എടുക്കാതെ അവോയ്ഡ് ചെയ്ത് എന്ന് എടുക്കണമോ അന്ന് എടുത്ത് പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ ലോസ് ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നമുക്കൊരു മൈൻഡിന് ഒരു കോൺഫിഡൻറ്റ് കിട്ടുക. നമുക്ക് ഒരു ഓപ്ഷൻ ബയർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് പ്രീമിയം എന്നൊക്കെ മെൽട്ടാകാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അത് പല ആൾക്കാരും പല രീതിയിൽ പറയും. നമുക്കതിനകത്ത് ഒരു വഴി നമ്മളിന്ന് പഠിക്കാം. ഹൗ ടു ഫൈൻഡ് എ പ്രീമിയം മെൽറ്റിംഗ് ഡേ. ഒരു പ്രീമിയം മെൽറ്റിംഗ് ഡേ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക? അതിന് ഒരു ദിവസം മുന്നേ നമുക്ക് ചാർട്ട് തന്നെ നമുക്കൊരു ഇൻഫർമേഷൻ തരും, ചെറിയൊരു ഇൻഫർമേഷൻ തരും. അതിനെക്കുറിച്ച് പെട്ടെന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ കാര്യത്തിലോട്ട് പോകാം. ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ചാർട്ടാണ്. ഇതിനകത്ത് 10 വെനസ്ഡേ, അതായത് നമുക്കിപ്പോൾ വീക്ക്ലി എക്സ്പയറി നിഫ്റ്റിയിൽ മാറിയല്ലോ, ചൊവ്വാഴ്ചയാണല്ലോ. അപ്പോൾ ബുധനാഴ്ചയാണ് കോൺട്രാക്റ്റിൻ്റെ ആദ്യത്തെ ദിവസം തുടങ്ങുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം. ഈ 10-ാം തീയതി സെപ്റ്റംബർ 10-ാം തീയതി വൈകിട്ട് 3:30 ഈ നിഫ്റ്റി ഫ്യൂച്ചർ ക്ലോസ് ചെയ്തേക്കുന്നത് ഓപ്പണിന് എബോയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അതുതന്നെ നിഫ്റ്റി സ്പോട്ട് നമ്മൾ നോക്കുകയാണ്. നിഫ്റ്റി സ്പോട്ട് അതേ 10-ാം തീയതി, അതായത് ബുധനാഴ്ച എക്സ്പയറി കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച് നോക്കണം. ഇത് ഒരു ചെറിയൊരു ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ്. ഓപ്ഷൻ ബയറിന് ഇതിന് മുന്നേ നമുക്ക് അന്ന് തന്നെ അറിയാൻ പറ്റും ഇന്ന് ഓപ്ഷൻ പ്രീമിയം മെൽറ്റ് ആകും, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതിന് ഒരു ചെറിയൊരു എക്സാമ്പിളാണ്. ഇത് ഒരു സ്റ്റെപ്പാണ്. ഇതുണ്ടോ, ഈ 10-ാം തീയതി ഇവിടെ ആയിരുന്നു ഓപ്പൺ നിഫ്റ്റിയുടെ സ്പോട്ട്. എന്നിട്ട് ക്ലോസ് ആയതോ സ്പോട്ടിന് താഴെയാണ്, അതായത് സ്പോട്ടിൻ്റെ ഡേ ഓപ്പണിൻ്റെ താഴെയാണ് നിഫ്റ്റി സ്പോട്ട് ക്ലോസ് ചെയ്തത് 10-ാം തീയതി, അതായത് ബുധനാഴ്ച. അപ്പോൾ ഇതിനകത്തൊരു ഡിസ്കോഡ് ഉണ്ടോ? ഇതിനാണ് നമ്മൾ ഡിസ്കോഡ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ ആ ദിവസം 10-ാം തീയതി സെപ്റ്റംബർ മാസം 2025-ാം തീയതി ഓപ്പൺ ചെയ്തതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയും സ്പോട്ടാണെങ്കിൽ ആ ദിവസം രാവിലെ ഓപ്പൺ ചെയ്തതിന് താഴെ ക്ലോസ് ചെയ്യുകയും ചെയ്തത്. സോ ഈ ഡിസ്കോഡ് അടുത്ത ദിവസവും കണ്ടിന്യൂ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, അതായത് രാവിലെ ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്ക് ഡിസ്കോഡ് കാണാൻ പറ്റും. അങ്ങനെ ഡിസ്കോഡ് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം യാതൊരു കാരണവശാലും ട്രേഡ് എടുക്കരുത്, ട്രേഡ് അവോയ്ഡ് ചെയ്യുക. അതായത് ഇതുണ്ടോ, ഇത് ആദ്യത്തെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ്, അതായത് വ്യാഴാഴ്ച 11-ാം തീയതി വ്യാഴാഴ്ച. ഗ്രീൻ ക്യാൻഡിൽ വിത്ത് ഡോജിയാണ് ഇവിടെ വന്നേക്കുന്നത്. നിഫ്റ്റിയുടെ സ്പോട്ടിൻ്റെ കടയാണിത് കേട്ടോ. ഫ്യൂച്ചറിൽ നമുക്ക് 11-ാം തീയതി എന്താണ് നടന്നിരിക്കുന്നതെന്ന് നോക്കാം, പെട്ടെന്ന് തന്നെ നോക്കാം. ഇതുണ്ടോ, ഈ ഡിഫറൻസ് ഉണ്ടോ? ഇത് ഓപ്പൺ ഈസ് ഈക്വൽ ടു ലോ എന്ന് പറയുന്ന ഒരു ഇതിലാണ് 11-ാം തീയതി നിഫ്റ്റി ഫ്യൂച്ചർ. ഈ ഡിസ്കോഡ് ഉണ്ടോ? നിഫ്റ്റി ഫ്യൂച്ചർ ഓപ്പൺ ഈസ് ഈക്വൽ ടു ലോ ആണ്. അതേസമയം സ്പോട്ടാണെങ്കിൽ ഒരു ഡോജിയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ദിവസം നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക, ട്രേഡ് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. ആ ഡിസ്കോഡ്
തീർന്നാൽ മാത്രം നമുക്ക് ബാക്കി അടുത്ത വരുന്ന ദിവസങ്ങളിൽ നോക്കാൻ പറ്റും. ഓക്കെ, സോ ഇന്ന് എന്താണ്? ഇന്ന് തിങ്കളാഴ്ചയാണ്. നാളെ വീണ്ടും വീക്കിലി കോൺട്രാക്റ്റ് തീരുകയാണ്. ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 70 നും 75 രൂപയ്ക്കും ഇടയ്ക്കാണ്. പോയിൻ്റ് ഓഫ് കൺട്രോൾ 70 75 രൂപയ്ക്കും ഇടയ്ക്കാണ്. ഇതാണ് ലെവൽ. ഈ ലെവലൊക്കെ നോക്കിക്കോളൂ. നിങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജിയും നിങ്ങളുടെ ടെക്നിക്കൽ അനാലിസിസും നിങ്ങൾ പറയുന്ന ഇൻഡിക്കേറ്ററൊക്കെ ഇതിനകത്ത് സാമ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് നോക്കിയിട്ട് നിങ്ങളുടെ ട്രേഡ് നിങ്ങളുടെ സ്വന്തം അനാലിസിസ് പ്രകാരം എടുക്കാൻ നോക്കുക. സോ ഇവിടെ ഒരു ഡേ ഹൈ ഉണ്ട്, പ്രീവിയസ് ഡേ ഹൈ ഒരെണ്ണം ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു പ്രീവിയസ് ഡേ ഹൈ ഇവിടെ ഉണ്ട്. ഈ വീക്കിൽ തന്നെ ഒരു ഗ്യാപ്പ്, 2 ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഫ്യൂച്ചറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ? 11-ാം തീയതി 12:15 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ കുറച്ച് മുകളിലാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അവിടെ ഒരു ഗ്യാപ്പുണ്ട്. ഈ 2 ഗ്യാപ്പും ഈ വീക്കിൽ തന്നെയുണ്ട്. ഈ വീക്ക്ലി കോൺട്രാക്റ്റിനകത്തുണ്ട്. ഇത് ഫില്ല് ചെയ്യുമോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻസ് നിഫ്റ്റി ഫ്യൂച്ചറിൽ നിന്നുള്ള ചാർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് സംസാരിച്ചു തുടങ്ങാം, ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.